ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് വെട്ട് കഷ്ണം വെച്ച് എങ്ങനെ ഒരു പില്ലോ കവർ ഉണ്ടാക്കാമെന്നാണ് നാം ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ കുറേ വെട്ട് കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പല ചുരിദാറിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കുറേ വെട്ട് കഷ്ണങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ ഈ വെട്ട് കഷ്ണങ്ങളെല്ലാം ഒരു അയൺ ബോക്സ് വെച്ച് തേച്ച് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ ഓരോ കഷ്ണവും വൃത്തിയാക്കി എടുക്കുക. ഇപ്പം നമ്മൾ ഇവിടെ വെട്ട് കഷ്ണങ്ങളെല്ലാം തേച്ച് വൃത്തിയാക്കി എടുത്ത്, ഇനി നമുക്ക് ആ വെട്ട് കഷ്ണങ്ങൾ ഓരോന്നായിട്ടെടുത്ത് അതിനകത്ത് വേസ്റ്റായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. അപ്പം നമുക്ക് അങ്ങനെ ഓരോ കഷ്ണവും എടുത്ത് അതിൻ്റെ അധികത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റായിട്ട് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇല്ലാത്തതെല്ലാം മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മൾ ഈ വെട്ട് കഷ്ണങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം എടുത്ത് ചേർത്ത് ഇതെങ്ങനെയാണ് പില്ലോ കവർ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇങ്ങനെ ഓരോ കഷ്ണവും എടുത്ത് ഇതിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ പില്ലോ കവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം നമ്മൾ ഈ മെഷീനകത്ത് വന്നിട്ട് ഈ ഓരോ കഷ്ണവും ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഓരോന്നും ചേർത്ത് തയ്ച്ചെടുക്കണം. ഇപ്പം നമ്മൾ ആ വെട്ടുതുണിയെല്ലാം കൂടി ചേർത്ത് തയ്ച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം കുറച്ച് ചെറുതായിട്ടാണ്, അത് 23 ഇഞ്ച് നീളമാണ് ഈ അളക്കുന്നത്. അവിടെ മൊത്തത്തിൽ വീതി 18 ഇഞ്ചാണ് വീതി ഇങ്ങനെ എടുക്കുന്നത്. ഇനി ഈ അധികത്തിൽ ഇട്ടേക്കുന്നത് 9 ഇഞ്ചാണ്. അത് മടക്കി നമുക്ക് പില്ലോ കവർ ചെയ്യുന്നതിന് വേണ്ടി ഇട്ടേക്കണം. അത് മടക്കി എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം രണ്ട് സൈഡിലും. ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നതിൻ്റെ അടുത്തോട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഇതിനെ അങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് ആ 3 സൈഡും അടിച്ചെടുക്കുക. തയ്ച്ചെടുക്കണം അതിൻ്റെ 3 സൈഡും. എന്നിട്ട് അതിന് മുമ്പ് ഇതൊന്ന് മടക്കി വെച്ചിട്ട് വേണം ഈ തിരിച്ച് 3 സൈഡും അടിച്ചെടുക്കാൻ. ആ 3 ഇഞ്ചിലോട്ട് മടക്കി വെച്ച് അപ്പം നമ്മൾ ഇപ്പം 3 സൈഡും തയ്ച്ചെടുക്കുന്നു. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വശം തിരിച്ചിടുന്നു.
ഇപ്പോൾ ഈ പില്ലോ കവർ തയ്ച്ച് തീർന്നിരിക്കുന്നു. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു പില്ലോ കവർ റെഡിയായി. ഇപ്പോൾ ഇതിനകത്ത് പില്ലോ എടുത്ത് ഇത് ഇട്ടപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നത്.